എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ക്വിസ് മീഡിയ യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്കായി ഒരു ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ജൂലൈ 22 രാത്രി 7 മണിക്കാണ് ക്വിസ് മത്സരം. രജിസ്ട്രേഷൻ ഫീസായി വരുന്നത് 20 രൂപയാണ്. ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തും കൂട്ടുകാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം വഴിയായിരിക്കും ക്വിസ് മത്സരം. ക്വിസ് ലിങ്ക് ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് കൂട്ടുകാർ രജിസ്ട്രേഷൻ സമയത്ത് വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. നിലവിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം കൊടുക്കേണ്ടത്. ക്വിസ് മീഡിയ അപ്ലോഡ് ചെയ്ത മോൺഡേ ക്വിസ് വീഡിയോ പ്ലേലിസ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് 2023 അപ്ലോഡ് ചെയ്ത 3 ചാന്ദ്രദിന ക്വിസ് വീഡിയോകളും അതുപോലെ 2024 ഇനി അപ്ലോഡ് ചെയ്യാനിരിക്കുന്ന വീഡിയോകളിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ക്വിസിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2024 ജൂലൈ 21 രാത്രി 8 മണി വരെ ആയിരിക്കും. രജിസ്ട്രേഷന് ശേഷം മത്സരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ മത്സരാർത്ഥിയെ അറിയിക്കുന്നതായിരിക്കും. വിജയികളെ ക്വിസ് മീഡിയയുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി അറിയിക്കുന്നതാണ്. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയുടെ 3ാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3ൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി? ഉത്തരം സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം? ഉത്തരം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പ്രഗ്യാൻ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഉത്തരം പുഷ്പക്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഉത്തരം ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നാണ്? ഉത്തരം
2023 ആഗസ്റ്റ് 23. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭട്ടൻ. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് രാജ്യം നൽകിയ പേര് 2024 മാർച്ചിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചു. ഏതാണ് ആ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഉത്തരം എസ് മോഹനകുമാർ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഉത്തരം പി വീരമുത്തുവേൽ. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങാനായാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത് രാജ്യമാകുന്നത്? ഉത്തരം ഇന്ത്യ. നിലവിലെ ISRO ചെയർമാൻ? ഉത്തരം എസ് സോമനാഥ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം സെലനോളജി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം വിക്രം സാരാഭായ്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത? ഉത്തരം സുനിത വില്യംസ്.